നമുക്ക് യൂണിറ്റ്സിന് തുടങ്ങാം. യൂണിറ്റ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മീനിങ് കൊടുക്കാനാണ് യൂണിറ്റ്സ് ഉപയോഗിക്കുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എനിത്തിങ് വിച്ച് ക്യാൻ ബി മെഷർ, എന്തെങ്കിലും മെഷർ ചെയ്യാൻ പറ്റുന്ന ആളിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന്. ഫിസിക്സിന്റെ അകത്ത് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോ that quantity is measured by the help of instrument. ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ മെഷർ ചെയ്യുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ആകാം, അത് തെർമോമീറ്റർ ആകാം, അമീറ്റർ ആകാം. അപ്പൊ അതിനെയൊക്കെ നമ്മൾ പറയുന്ന പേര് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് ടൈപ്പാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ that quantity cannot be further divided. എക്സാമ്പിൾ ടൈം, മാസ്, ലെങ്ത്. ഇതിനെയൊന്നും ഒരിക്കലും പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ മൾട്ടിപ്പിൾസിൽ ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റികളുടെ പേരാണ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെലോസിറ്റി ഇസ് എ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റിക്കകത്ത് ഡിസ്റ്റൻസ് ഉണ്ട്, ടൈമും ഉണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെന്ത് ആണ്. ലെന്ത് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ടൈം ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അപ്പോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന്. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ ഫിസിക്സിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ക്വാണ്ടിറ്റി കനോട്ട് ബി ഫർദർ ഡിവൈഡഡ്, പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. മൾട്ടിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ പറയുന്ന പേരാണ് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റികൾക്കെല്ലാം ഒരു മീനിങ് കൊടുക്കുന്ന ആളിന്റെ പേരാണ് യൂണിറ്റ് എന്ന് പറയും. അയാൾക്കൊരു മീനിങ് കൊടുക്കുക. മീനിങ് കൊടുക്കാന്ന് വെച്ചാൽ ഞാനിപ്പോ 5 എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് ഇല്ല. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് 5നെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. 5 കിലോ ആവാം, 5 സെക്കൻഡ് ആകാം, 5 മീറ്റർ ആകാം, 5 കെൽവിൻ ആകാം, 5 ആംബിയർ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ആ 5ന് ഒരു മീനിങ് കൊടുക്കുന്ന ആളിനെയാണ് യൂണിറ്റ്സ് എന്ന് പറയും. ഇപ്പൊ നോട്ട് ഞാൻ ചെറുതായിട്ട് നോട്ട് തരാം. നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിയിരിക്കണം. നോട്ട് അതിന്റെ കൂടെ എഴുതണ്ട, ഞാൻ തന്നെ ഷോർട്ടായിട്ട് നോട്ട് തരുന്നുണ്ട്. അപ്പോ യൂണിറ്റ്സ് എന്ന് വെച്ചാൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു മീനിങ് കൊടുക്കുന്ന ആളാണ്. അതിനെ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ യൂണിറ്റിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന്, വേറെ ഒന്ന് ഡെറൈവ്ഡ് യൂണിറ്റ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയൊക്കെയുള്ളത് ഫണ്ടമെന്റൽ യൂണിറ്റ്, ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയൊക്കെയുള്ളത് ഡെറൈവ്ഡ് യൂണിറ്റ്. ഏതൊക്കെ ക്വാണ്ടിറ്റികൾ ഫണ്ടമെന്റൽ, ഏതൊക്കെ ഡെറൈവ്ഡ് ആണെന്ന് തീരുമാനിക്കുന്നത് ഇവിടത്തെ യൂണിറ്റ് സിസ്റ്റം. യൂണിറ്റ് സിസ്റ്റം തീരുമാനിക്കുന്നത് ഇന്ത്യയിൽ ഒരു നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എന്ന് ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനമാണ് ഏതൊക്കെ ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ, ഏതൊക്കെ ഡിറൈവ്ഡ് ആണെന്ന് തീരുമാനിക്കുന്നത്. അതേപോലെ ഇന്റർനാഷണൽ ആയിട്ടും തീരുമാനിക്കുന്ന ലബോറട്ടറീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി വെച്ച് നമ്മുടെ രാജ്യത്ത് 4 ഇമ്പോർട്ടന്റ് യൂണിറ്റ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലെ നമ്പർ 1 എന്ന് വെച്ചാൽ CGS ആണ്. C എന്ന് വെച്ചാൽ സെന്റിമീറ്റർ, G എന്ന് വെച്ചാൽ ഗ്രാം, S എന്ന് വെച്ചാൽ സെക്കൻഡ്. സെന്റിമീറ്റർ ഉപയോഗിക്കുന്നത് ലെന്ത് മെഷർ ചെയ്യാൻ, ഗ്രാം ഉപയോഗിക്കുന്നത് മാസ് മെഷർ ചെയ്യാൻ, സെക്കൻഡ് ഉപയോഗിക്കുന്നത് ടൈം മെഷർ ചെയ്യാൻ. രണ്ടാമത് യൂണിറ്റ് സിസ്റ്റം FPS ആണ്. F എന്ന് വെച്ചാൽ ഫൂട്ടാണ്, P എന്ന് വെച്ചാൽ പൗണ്ടാണ്,
എസ് എന്ന് വെച്ചാൽ സെക്കൻഡ്. ഫൂട്ട് എന്ന് പറയുന്നത് ലെന്തിന് വേണ്ടിയാണ്. പൗണ്ട് എന്ന് പറയുന്നത് മാസിന് വേണ്ടിയാണ്. സെക്കൻഡ് ടൈമിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡാണ്. സെന്റിമീറ്റർ ലെന്തിന്, ഗ്രാം മാസിന്, സെക്കൻഡ് ടൈമിനാണ്. അപ്പോ സെന്റിമീറ്റർ എന്ന് പറയുന്നത് ലെന്താണ്, ഗ്രാം മാസാണ്, സെക്കൻഡ് ടൈമാണ്. അപ്പൊ ഇവിടെ 3 ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെന്റൽ. അതുപോലെ ഇവിടെയും ഫൂട്ട് എന്ന് വെച്ചാൽ ലെന്താണ്, പൗണ്ട് എന്ന് വെച്ചാൽ മാസിനാണ്, സെക്കൻഡ് ടൈമിനാണ്. ഇവിടെയും 3 ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെന്റൽ, മാസ്, ലെന്ത്, ടൈം. മൂന്നാമതൊരു യൂണിറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് MKS എന്ന്, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. മീറ്റർ ലെന്തിന് വേണ്ടി, കിലോഗ്രാം മാസിന് വേണ്ടി, സെക്കൻഡ് ടൈമിന് വേണ്ടി. അപ്പൊ ഇവിടെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 3 പേരേ ഉള്ളൂ, ലെന്ത്, മാസ്, ടൈം. അപ്പോ ഈ 3 യൂണിറ്റ് സിസ്റ്റം വഴി ഫിസിക്സിന്റെ അകത്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 3 പേരേ ഉള്ളൂ, ലെന്ത്, മാസ്, ടൈം. ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റികളെയും ഫിസിക്സിന്റെ അകത്ത് ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 4മതൊരു യൂണിറ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് SI എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ. ഇപ്പൊ എല്ലാ രാജ്യക്കാർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് സിസ്റ്റമാണ് SI എന്ന് പറയുന്നത്. ആദ്യത്തെ 3 യൂണിറ്റ് സിസ്റ്റം എല്ലാ രാജ്യത്തും കാണണം എന്നില്ല. നമ്മുടെ രാജ്യത്തുണ്ട്, വേറെ ചില രാജ്യങ്ങളിലേ ഉള്ളൂ. എല്ലാ രാജ്യത്തും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് SI എന്ന് പറയും, സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ എന്ന് പറയും. ഇപ്പൊ എല്ലാവരും ഒന്ന് എഴുതിപ്പോയ യൂണിറ്റ്സ് എന്ന് ഹെഡിങ് കൊടുക്കും. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. Standard measurement of a physical quantity. They are of 2 types. Number 1, fundamental units. Number 1, fundamental units. അതിന്റെ താഴെ units used for fundamental quantities. Units used for fundamental quantities. അടുത്ത number 2, derived units. Derived units. Units used for derived quantities. Units used for derived quantities. അടുത്ത types of unit system. Types of unit system. Number 1, CGS. CGS എന്ന് വെച്ചാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. ഇവിടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ലെന്ത്, മാസ്, ടൈം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇവിടെ ലെന്ത്, മാസ്, ടൈം. ലെന്തിൻ്റെതാണ് സെന്റിമീറ്റർ, മാസിൻ്റെത് ഗ്രാം, ടൈമിന്റെ സെക്കൻഡ്. 2 FPS ആണ്. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഇവിടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അതേപോലെ തന്നെ ലെന്ത്, മാസ്, ടൈം. ലെന്താണ് ഫൂട്ട്, പൗണ്ട് മാസിന്, സെക്കൻഡ് ടൈമിന്. Number 3, MKS.
മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇവിടെയും ലെന്ത്, മാസ്, ടൈം. മൂന്ന് പേരെ ഫണ്ടമെന്റൽ ഉള്ളൂ. ലെന്ത്, മാസ്, ടൈം. ഈ 3 യൂണിറ്റ് സിസ്റ്റത്തിലും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 3 പേരെ ഉള്ളൂ. ലെന്ത്, മാസ്, ടൈം. ഓരോന്നിന്റെ യൂണിറ്റ് ഓരോ യൂണിറ്റ് സിസ്റ്റത്തിലെ ഡിഫറന്റ് ആണ്. ലെന്തിന് ഇവിടെ സെന്റിമീറ്റർ, ലെന്തിന് ഇവിടെ ഫൂട്ട്, ലെന്തിന് ഇവിടെ മീറ്റർ. ഓരോന്നിലും യൂണിറ്റ് വാല്യൂ മാറ്റമാണ്. ഇവിടെ ഗ്രാമാണ്, ഇവിടെ പൗണ്ടാണ്, ഇവിടെ കിലോഗ്രാം. പക്ഷെ ടൈമിന് എല്ലായിടത്തും സെയിം തന്നെയാണ്, സെക്കൻഡാണ്. ഇത് ഓരോ രാജ്യക്കാർ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇത്രയും യൂണിറ്റ് സിസ്റ്റം വരാൻ കാരണം നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാർ ഇവിടെ വന്നു പോയവരാണ്. അവർ വരുമ്പോഴെല്ലാം ജനങ്ങളെ കൊണ്ട് ഓരോ യൂണിറ്റ് പഠിപ്പിക്കും, എന്നിട്ട് അത് തന്നെ ഉപയോഗിക്കാൻ പറയും. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും യൂണിറ്റ് വരാൻ കാരണം. അതിലേ കൂടെ പോണവനും ഇതിലേ കൂടെ പോണവനും എല്ലാവരും കയറിപ്പോയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് അവരെല്ലാം യൂണിറ്റുകൾ ഇങ്ങനെ ഡിഫറന്റ് ആണ്. ലക്ഷക്കണക്കിന് യൂണിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അതെല്ലാം പഠിക്കണമെങ്കിൽ തന്നെ ഒരു ജന്മമൊന്നും പോരാ, 100 വർഷവും പോരാ. അത്രയും ടൈപ്പ് യൂണിറ്റ് ആണ്. അപ്പൊ അതിനൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇത്രയും എന്ന് പറയും. നമ്പർ 4 SI. SI നമ്പർ 4 സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ. സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ. നമ്മളെല്ലാ പ്രോബ്ലം ഒക്കെ ഇപ്പൊ ചെയ്യാറുള്ളത് SI എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. എൻട്രൻസിന് അങ്ങനെ SI തന്നെ ചോദിക്കുന്നൊന്നുമില്ല. FPS-ലും ചോദിക്കാം, MKS-ലും ചോദിക്കാം, CGS-ലും ചോദിക്കാം. നമ്മുടെ സ്കൂളിലൊക്കെ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്ത് നമ്മുടെ SI-ലായിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. എൻട്രൻസ് അങ്ങനെയൊന്നുമില്ല. ചോയ്സ് നോക്കണം, എന്ത് യൂണിറ്റിൽ ഇരിക്കുന്നു, അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. SI യൂണിറ്റില് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി 7 പേരാണ്. 1 ലെന്ത്, 2 മാസ്, 3 ടൈം, 4 ടെമ്പറേച്ചർ, 5 ഇലക്ട്രിക് കറന്റ്, 6 എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, 7 ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി. ഇങ്ങനെ 7 ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെന്റൽ. പിന്നീട് എഴുതാം. ഇങ്ങനെ നോക്കാം. ലെന്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. യൂണിറ്റ് എടുത്ത ലെന്തിൻ്റെത് മീറ്റർ, മാസിൻ്റെത് കിലോഗ്രാം, ടൈമിൻ്റെത് സെക്കൻഡ്, ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ, ഇലക്ട്രിക് കറന്റ് ആംബിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. ഇതാണ് ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് എന്ന് പറയും. SI യൂണിറ്റ് ആണ്. ലെന്തിൻ്റെത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറന്റ് ആംബിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. ലെന്ത് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. മാസ് എന്ന് വെച്ചാൽ ഒരാളുടെ കണ്ടന്റ് ആണ്. ടൈം എന്ന് വെച്ചാൽ ഡ്യൂറേഷനെ മെഷർ ചെയ്യുന്നതാണ്. ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആർ കോൾഡ്നെസ് ആണ്. ഹോട്ട്നെസ്സോ കോൾഡ്നെസ്സോ മെഷർ ചെയ്യുന്നതാണ് ടെമ്പറേച്ചർ. ഇലക്ട്രിക് കറന്റ് എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ചാർജ് ആണ്. ഒരുപാട് കറണ്ടുകളുണ്ട്. അതിലിവിടെ ഇലക്ട്രിക് കറണ്ടാണ്. നമ്മൾ ഒത്തിരി കറണ്ടുകൾ പഠിച്ചിട്ടുണ്ട്. എഡി കറണ്ട് ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് കറണ്ടുകളുണ്ട്. ഇങ്ങനെ പല പല കറണ്ടുകളാണുള്ളത്. അതില് ഇവിടെ ഇലക്ട്രിക് കറണ്ടാണ് SI യൂണിറ്റിൽ വരുന്നത്. ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട്
ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ആംബിയർ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ മോളിക്യൂൾസിന്റെ എണ്ണം അല്ലെങ്കിൽ ആറ്റത്തിന്റെ എണ്ണം. അതിനെയാണ് നമ്മൾ മോൾ എന്ന് പറയും. ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് എന്ന് വെച്ചാൽ പ്രകാശമാണ്. ഒരു ബൾബിന് വരുന്ന ലൈറ്റിന്റെ സ്ട്രെങ്തിനെ മെഷർ ചെയ്യുന്നതിനെയാണ് ലൂമിനസ് ഇന്റൻസിറ്റി എന്നത്. അത് കാൻഡിലയാണ്. ഇനി ഈ യൂണിറ്റിന്റെ സിമ്പൽ എടുത്ത മീറ്റർ സ്മാൾ എം, കിലോഗ്രാം സ്മാൾ കെ ജി, സെക്കൻഡ് സ്മാളസ്, കെൽവിൻ ക്യാപിറ്റൽ കെ, ആംബിയർ ക്യാപിറ്റൽ എ, മോൾ MOL, കാൻഡില CD. ഇതാണ് ഇതിന്റെ സിമ്പൽ എന്ന് പറയും. ഈ സിമ്പൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ സയന്റിസ്റ്റിന്റെ പേരിലാണ് യൂണിറ്റ് വരികയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഇടാം. കെൽവിൻ സയന്റിസ്റ്റിന്റെ പേരാണ്, ആംബിയർ സയന്റിസ്റ്റിന്റെ പേരാണ്. അതിന് മാത്രമേ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ സ്മാൾ ലെറ്ററെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കെൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് കണ്ടുപിടിച്ചതാ? ഒരു അനക്കമില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങള് കെൽവിൻ എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞപ്പോഴാണ് കേട്ടത്? നേരത്തെ കേട്ടു. ഇപ്പൊ കെൽവിന് എന്ത് കണ്ടുപിടിച്ചതാണ്? ടെമ്പറേച്ചർ കണ്ടുപിടിച്ചാണ്. ടെമ്പറേച്ചറിന്റെ അകത്ത് ഒത്തിരി സയന്റിസ്റ്റുമാരുണ്ട്. സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, റിയോമർ ഉണ്ട്, ഒത്തിരി സയന്റിസ്റ്റുമാരുണ്ട്. അവർക്കെല്ലാം യൂണിറ്റ് ഉണ്ട്. ഇതെല്ലാം സെൽഷ്യസ് യൂണിറ്റ് ആണ് ടെമ്പറേച്ചർ. ഫാരൻഹീറ്റ് യൂണിറ്റ് ആണ് ടെമ്പറേച്ചർ. പക്ഷേ അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ, യഥാർത്ഥ സ്കെയിൽ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനനുസരിച്ച് ടെമ്പറേച്ചർ മാറാത്ത സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ എന്നുള്ളത്. ബാക്കി എല്ലാ ടെമ്പറേച്ചർ സ്കെയിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇതങ്ങനെ മാറത്തില്ല. അങ്ങനെ മാറാത്ത യഥാർത്ഥ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. അതാണ് അതുകൊണ്ട് SI യൂണിറ്റിൽ കൊടുത്തത്. സെൽഷ്യസും ഫാരൻഹീറ്റ് ഒന്നും അബ്സല്യൂട്ട് സ്കെയിൽ അല്ല, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനനുസരിച്ച് വേരി ചെയ്യും. ഇനി ആംബിയർ. ആംബിയർ എന്ത് കണ്ടുപിടിച്ചതാ? ആംബിയറും ഇപ്പോഴാണ് നിങ്ങൾ കേട്ടത്? ഒത്തിരി കേട്ടതാണ്. സെക്കൻഡ് ഇയർ പഠിച്ച് തകർത്തതാണ്. കറണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ്, ഇൻഡക്ഷൻ, AC, ഇവിടെ എല്ലാം ആംബിയർ എന്ന് പറയുന്ന ആള് പഠിച്ചതാണ്. അപ്പൊ ആംബിയർ എന്ത് ചെയ്താണ്? കറണ്ട് കണ്ടുപിടിച്ചു. കറണ്ട് കണ്ടുപിടിച്ചത് ആംബിയർ അല്ല. അബ്സല്യൂട്ട് കറണ്ട്. അങ്ങനെ ഒരു കറണ്ട് ഇല്ല. എല്ലാ കറണ്ടും കറണ്ട് തന്നെയാണ്. കൈ കൊണ്ട് വെച്ച് നോക്കുക, എല്ലാത്തിന്റെ ഷോക്കും ഒരുപോലെയാണ്. വീട്ടിലെ കറണ്ട് ആയാലും ഓഫീസിലെ കറണ്ട് ആയാലും കറണ്ടാണ്. അപ്പോ കറണ്ട് കണ്ടുപിടിച്ചത് ഫാരഡേ. 50-60 വർഷം എടുത്താണ് കണ്ടുപിടിച്ചത്. മറന്നുകളയല്ല. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാൻ കാരണം ഫാരഡേയാണ്. ഫാരഡേ ഇല്ലെങ്കിൽ ഒന്നുമേ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത ഒരു സയന്റിസ്റ്റാണ്. അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാ ജോലിയും നമ്മൾ ചെയ്യണം. കിണറ്റീന് വെള്ളം കോരണം. പിന്നെ അവിടെ മോട്ടോർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വെള്ളം കോരുന്നില്ല. ജോലി ഒന്നും ഇപ്പം ചെയ്യുന്നില്ല. എല്ലാം ചെയ്യുന്നത് കറണ്ടാണ്. അപ്പൊ ആംബിയർ അല്ല, ഫാരഡേ ആണ്. ആംബിയർ ആദ്യമായിട്ട് കറണ്ട് മെഷർ ചെയ്യും. കറണ്ടിന്റെ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റിയത് ആംബിയറിനാണ്. അതുകൊണ്ടാണ് വാല്യൂ ചെയ്ത ഉടനെ ഫാരഡേ എന്ന് കൊടുക്കേണ്ടതായിരുന്നു. അവിടെ കാലുമാറി ആംബിയർ എന്ന് പുള്ളി പേരിട്ട് കളഞ്ഞു. യഥാർത്ഥത്തില് കറണ്ടിന് കൊടുക്കേണ്ടത് ഫാരഡേയുടെ യൂണിറ്റ് ആണ് കൊടുക്കേണ്ടത്. നമ്മളെ പോലെ തന്നെ എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ട് അവസാനം എന്തെങ്കിലും കണ്ടുപിടിക്കണം, ഇതെല്ലാം കൂടെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. അതേപോലെയാണ് ആംബിയർ ചെയ്ത പണി. ആംബിയർ കറണ്ടിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ മെഷർ ചെയ്യുമെന്ന് കണ്ടുപിടിച്ചു. അത് മതിയല്ല എല്ലാവർക്കും. അതുവരെ കറണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കറണ്ട് എങ്ങനെ വാല്യൂ ചെയ്യാം എന്ന് കണ്ടുപിടിച്ചത് ആംബിയറാണ്.
അതുകൊണ്ടാണ് യൂണിറ്റ് ആംബിയറിൽ വന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് സയന്റിസ്റ്റ്. ആ രണ്ടുപേരും മാത്രമേ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാം. അടുത്തത് നമ്പർ 4 SI യൂണിറ്റ്, സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ. അതിലെ ഇങ്ങനെ മൂന്നായിട്ട് എഴുതണം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, യൂണിറ്റ്, സിമ്പൽ. നിങ്ങൾ ഇത് എത്രയോ പ്രാവശ്യം ചിലപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും. എന്നാലും മടിയൊന്നും കാണിക്കല്ല. നമ്മൾ പഠിച്ച കാര്യമാണ് വീണ്ടും പഠിക്കുന്നത്. നമുക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു തന്നെ ഇരിക്കണം ക്ലാസ്സിൽ. പിന്നെ കിട്ടുന്നതെല്ലാം ഗെയിനാണ്. എല്ലാം അറിയാം എന്ന് പറഞ്ഞിരുന്നുകളെ എങ്കിൽ പിന്നെ നമുക്കൊന്നിനും താല്പര്യം തോന്നില്ല. ഒന്നും അറിഞ്ഞുകൂടാ, എല്ലാം ഇനി ഒന്നേന്ന് പഠിക്കണം എന്ന് വിചാരിച്ചാണ് ഫിസിക്സ് പഠിക്കാൻ. ലെന്ത് മീറ്റർ, അപ്പുറത്ത് സ്മാളം, മാസ് കിലോഗ്രാം, kg. എഴുതി കഴിഞ്ഞോ? ലാസ്റ്റിലെ ലൂമിനസ് ഇന്റൻസിറ്റി ആണ് കാൻഡില, CD. ഇതെല്ലാം സ്മാൾ ലെറ്റർ ആണ്. ഇത് രണ്ടുമേ ക്യാപിറ്റൽ ലെറ്റർ. അടുത്ത ഈ SI യൂണിറ്റിലെ രണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റി പഠിക്കാൻ. ഒന്നാമത്തെ ക്വാണ്ടിറ്റി പ്ലെയിൻ ആംഗിൾ ആണ്. പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ തന്നെയാണ്. ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ആംഗിൾ ഇല്ല. നമ്മൾ 0 എന്ന് പറയാം, അത് ആംഗിൾ അല്ല. പക്ഷെ അയാൾ പതുക്കെ ഇങ്ങനെ കറങ്ങുമ്പോഴേ ആംഗിൾ വരത്തുള്ളൂ. ഇങ്ങനെ ഇരുന്ന ആള് ഇങ്ങോട്ട് മാറുമ്പോഴാണ് ഇവിടെ ആംഗിൾ വരുന്നത്. അപ്പൊ അത് കറങ്ങണമെങ്കിൽ ഒരു പ്ലെയിൻ വേണം. അതുകൊണ്ടാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിൾ ഉണ്ടാകുന്നത് 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലുമാണ്. 2 ഡയമെൻഷന്റെ എക്സാമ്പിൾ ആണ് പ്ലെയിൻ. പ്ലെയിനിലുള്ള മൂവ്മെന്റ് എല്ലാം 2 ഡയമെൻഷൻ. ഇനി 3 ഡയമെൻഷൻ എന്ന് വെച്ചാൽ സ്പേസിലെ മൂവ്മെന്റ് ആണ്. സ്പേസിലെ മൂവ്മെന്റ് എല്ലാം 3 ഡയമെൻഷൻ. പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയൻ ആണ്. റേഡിയൻ ആണ് SI യൂണിറ്റ് എന്ന്. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന ഒരു സർക്കുലർ മോഷൻ ആണ് എടുക്കുന്നത്. അതിന്റെ സെന്റർ O ആണ്. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കാൻ. ഈ ഡിസ്റ്റൻസ് റേഡിയസ് R. കുറച്ച് കഴിഞ്ഞിട്ട് ആ പാർട്ടിക്കിൾ അവിടെ മൂവ് ചെയ്ത് അവിടെ ഇപ്പൊ റേഡിയസ് R തന്നെ. എങ്കിൽ ഈ റേഡിയസ് മാറിയ ഈ വാല്യൂവിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ആംഗിൾ. ഈ ദൂരത്തിന് L എന്ന് പറയും. അതിന്റെ പേര് ആർക്ക് എന്നാണ് പറയുന്നത്. ആംഗിളിന്റെ ഓപ്പോസിറ്റ്. എങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഫോർമുല ആർക്ക് ബൈ റേഡിയസ്. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു L by R. എങ്കിൽ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കേണ്ട ഫോർമുല L by R. L ആർക്കാണ്, R ഈ ഡിസ്റ്റൻസ് ആണ് R. പക്ഷെ ആംഗിൾ മാത്തമാറ്റിക്കലായിട്ട് റേഡിയനിലല്ല ഇരിക്കുന്നത്, ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മിനിറ്റിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡിലാണ് ഇരിക്കുന്നത്. ആംഗിളിനെ മാത്തമാറ്റിക്കലായിട്ട് പറഞ്ഞാൽ ഡിഗ്രിയിൽ വരാം. ഡിഗ്രിയെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുതാണ് മിനിറ്റ്, മിനിറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുതാണ് സെക്കൻഡ് എന്ന് പറയും. ആ യൂണിറ്റുകളാണ് ആംഗിളിന് ഉപയോഗിക്കുന്നത്. പക്ഷെ ഫിസിക്സിന്റെ അകത്താണെങ്കിൽ അതൊന്നും പാടില്ല. ഡിഗ്രി പാടില്ല, മിനിറ്റ് പാടില്ല, സെക്കൻഡ് പാടില്ല. SI യൂണിറ്റിൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ അവൻ റേഡിയനിൽ വന്നേ പറ്റൂ. അപ്പോ ഒരു ഫുൾ കറക്കം കറങ്ങി വന്നാൽ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ് നമ്മൾ 2π റേഡിയൻ എന്ന് പറയാം. 2π റേഡിയൻ. എങ്കിൽ 1 ഡിഗ്രി എന്ന് വെച്ചാൽ
2 pi by 360 radian. That is 1 degree is equal to pi by 180 radian. അപ്പൊ ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. 1 degree is equal to pi by 180 radian. അപ്പൊ ഡിഗ്രി തന്നിരുന്ന റേഡിയനിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. പൈന്റെ വാല്യൂ എത്ര? 22/7 എന്ന് വെച്ചാൽ 3.14. ഒരിക്കലും കയറി പൈക്ക് 180 കൊടുത്തു കളയല്ലേ. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പൈ 180 കൊടുക്കാറുണ്ട് ആംഗിളിൽ. അവിടെ കയറി 180 കൊടുത്താൽ 180 ക്യാൻസൽ ആയി 1 degree is equal to 1 radian ആണ്. പിന്നെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആലോചിച്ച് ചെയ്യണം. റേഡിയനിൽ വരുമ്പോ എപ്പോഴും പൈക്ക് 3.14. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ആൻസർ റേഡിയനിൽ എത്തണമെങ്കിൽ പൈക്ക് 3.14. ഡിഗ്രിയിൽ വരുമ്പോഴാണ് പൈ 180 കൊണ്ടുവരണം. അപ്പൊ നോക്കി ചെയ്യണം. നമുക്ക് വേണ്ടത് റേഡിയൻ ആണ്. റേഡിയനിൽ വരുമ്പോ പൈക്ക് 3.14 എഴുതുക. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഒന്ന് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ SI യൂണിറ്റ് റേഡിയൻ. SI യൂണിറ്റ് റേഡിയൻ. എന്റെ താഴെ ഈ സർക്കിൾ ഒന്ന് വരയ്ക്കാം. പഠിപ്പിക്കുമ്പോ എന്ത് മനസ്സിലായില്ലെങ്കിലും ചോദിക്കണം. അപ്പൊ ഇതില് ഫോക്കസ് ഏരിയ പഠിച്ചവരുണ്ട്, ഫോക്കസ് ഏരിയ ഇല്ലാത്തവരുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ കാണാം. അപ്പൊ എന്ത് പഠിച്ചാലും ഇവിടെ പഠിപ്പിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ അപ്പോഴും ചോദിക്കണം. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇതൊക്കെ അറിയാവുന്നതാണ്. അപ്പോ നിങ്ങൾ അതുകൊണ്ട് മടിച്ച് ഇങ്ങോട്ട് ചോദിക്കാതിരിക്കൽ. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം. ഫിഗർ വരച്ചിട്ട് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു L by R. L by R. അടുത്ത അതിന്റെ താഴെ റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ. റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ. ഇത് എഴുതിയെടുത്താൽ 360 ഡിഗ്രി 2 pi റേഡിയൻ, 1 ഡിഗ്രി 2 pi by 360 റേഡിയൻ. 1 degree is equal to pi by 180 radian. Pi by 180 radian. എഴുതി കഴിഞ്ഞോ? ഓ 1 degree pi by 180 radian. ഇനി 1 ഡിഗ്രി എന്ന് വെച്ചാൽ 60 മിനിറ്റ്. 60 മിനിറ്റിനെയാണ്. മിനിറ്റ് അപ്പം ആംഗിളിലും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ 1 ഡിഗ്രി 60 മിനിറ്റ് ആണ്. എങ്കിൽ 1 മിനിറ്റ് എന്ന് വെച്ചാൽ 1/60 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് 1/60 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. അപ്പൊ മിനിറ്റിന് റേഡിയനിലോട്ട് മാറ്റാൻ പറഞ്ഞ 1/60 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. ഇനി 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ്. അതിനാണ് 2 ലൈൻ ഇട്ട്. എങ്കിൽ 1 സെക്കൻഡ് എന്ന് വെച്ചാൽ 1/60 മിനിറ്റ്. 1/60 മിനിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മിനിറ്റിന് റേഡിയനിലോട്ട് ആക്കുന്നത് ഇങ്ങനെയാണ്. 1/60 ഇൻറ്റു 1 മിനിറ്റ്
That is 1/60 into 1 minute എത്രയാണ്? 1/60 into pi/180 റേഡിയൻ. അപ്പൊ നോക്കുക, മിനിറ്റിനെ റേഡിയനിലോട്ട് മാറ്റുന്നത് ഇതാണ്. 1 minute 1/60 ഡിഗ്രി, 1/60 into pi/180 റേഡിയൻ. ഇനി സെക്കൻഡിനെ റേഡിയനിലോട്ട് മാറ്റുന്നത് ഇങ്ങനെയാണ്. ഒരു സെക്കൻഡ് 1/60 മിനിറ്റ്. That is 1/60 into 1 minute. 1/60 into 1/60 into pi/180 റേഡിയൻ. എഴുതിയത്. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് റേഡിയൻ. റിലേഷൻ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് റേഡിയൻ. ഇങ്ങനെ എഴുതണം. 1 ഡിഗ്രി 60 മിനിറ്റ്. 1 ഡിഗ്രി 60 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് വെച്ചാൽ 1/60 ഡിഗ്രി. 1/60 into pi/180 റേഡിയൻ. pi/180 റേഡിയൻ. ഇനി അടുത്ത റിലേഷൻ ബിറ്റ്വീൻ റേഡിയൻ ആൻഡ് സെക്കൻഡ്. റേഡിയനും സെക്കൻഡും. ഇതാണ് എഴുതേണ്ടത്. 1 minute 60 second. 1 minute 60 second. 1 second എന്ന് വെച്ചാൽ 1/60 മിനിറ്റ്. ഞാൻ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. 1/60 into 1 minute. 1 മിനിറ്റിന്റെ കൺവേർഷൻ ഇതാണ്. 1/60 into 1 minute is equal to 1/60 into 1/60 into pi/180. 1/60 into 1/60 into pi/180 റേഡിയൻ. അപ്പോ ഡിഗ്രിയെ റേഡിയനിലോട്ട് മാറ്റാൻ pi/180 കൊണ്ട് മൾട്ടിപ്ലൈ. മിനിറ്റിനെ റേഡിയനിലോട്ട് മാറ്റാൻ 1/60 into pi/180 കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി സെക്കൻഡിനെ റേഡിയനിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ 1/60 into 1/60 into pi/180 റേഡിയൻ. മനസ്സിലായോ? അപ്പൊ അതിന്റെ താഴെയെങ്കിലും ഒരു എക്സാമ്പിൾ ചെയ്ത്, ഒരു എക്സാമ്പിൾ എന്നിട്ട് അതിന്റെ താഴെ. "180 minute is equal to dash radian." 180 minute എത്ര റേഡിയനാണ്? എന്ത് ചെയ്യും? വരട്ടെ. 180 into 1/60 into 180. 180 ക്യാൻസൽ ചെയ്യും. 5/60. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എത്രയാണ്? സിംപ്ലിഫൈ ചെയ്യാനാ, അല്ലാതെ 5/60 എഴുതാനല്ല. 3.14/60. ഒന്ന് ഡിവൈഡ് ചെയ്ത്, കൈയും കാലൊക്കെ ഒന്ന് ശരിയാവട്ടെ. ഒന്ന് ഡിവൈഡ് ചെയ്ത് ഒരു ഫ്ലോ ഉണ്ടാവട്ടെ. ചിലപ്പോ ആൻസർ ഇത്രേ കാണുള്ളൂ. നമ്മളൊന്ന് സിംപ്ലിഫൈ നോക്കാം. 31.4/6 എത്ര കിട്ടും? 31.4 എത്ര 6 ഉണ്ടെന്നാണ്. സംതിങ് എത്രയാണ്? എന്തെങ്കിലും ഒരു വാല്യൂ പറഞ്ഞേ. 5 പോയിന്റ് എത്രയാണ്? 5.23. അത്
3.14 by 31.4 by 60. 5.14. ഇവിടെ ഉള്ളത് 3.14 by 60. അപ്പൊ 3.14 by 6 എന്ന് വെച്ചാൽ 0.52 ഇൻറ്റു 10⁻⁻1. ഈ 10 മോളി വരുമ്പോ 10⁻⁻1. അപ്പോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 5.2 ഇൻറ്റു 10⁻⁻1 അല്ലെങ്കിൽ 5.2 ഇൻറ്റു 10⁻⁻2. 5.2 ഇൻറ്റു 10⁻⁻2. 0.52 തന്നെ ഇൻറ്റു 10⁻⁻1 തന്നെ 0.52. 0.052 ഇൻറ്റു എന്ന് പറയുന്നത്. അപ്പോ അല്ലെങ്കിൽ 5.2 ഇൻറ്റു 10⁻⁻2. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇതെല്ലാം ആൻസർ റേഡിയനിലാണ്. ഇത് റേഡിയൻ, ഇത് റേഡിയൻ, ഇത് റേഡിയൻ, എല്ലാം റേഡിയൻ. ചെയ്തത് മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ 360 സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഡാഷ് റേഡിയൻ. 360 സെക്കൻഡ്. അപ്പോ 360 ഇൻറ്റു 1/60 ഇൻറ്റു 1/60 ഇൻറ്റു 5/180 റേഡിയൻ. ഈ 0 ക്യാൻസൽ ആവും. 6 ക്യാൻസൽ ചെയ്താൽ 36. സോ 5/1800. 6 ക്യാൻസൽ ആയി, ഒരു 0. കാര്യം 6 ഇൻറ്റു 6 36. ഒരു 0 ക്യാൻസൽ ആയി, ബാക്കി ഒരു 0 ഉണ്ട്. ഇത്രയായി. ദാറ്റ് ഈസ് 5/18 ഇൻറ്റു 10⁻⁻2 എന്ന്. ഈ 100 ആണ്, അത് മോളി വരുമ്പോ 10⁻⁻2. പൈ എന്ന് വെച്ചാൽ 3.14 by 18 ഇൻറ്റു 10⁻⁻2. 3.14 by 18 into 10⁻⁻2. എത്ര കിട്ടും അത്? 1.74 into 10⁻⁻2. ഇത് 32 ആയിരുന്നെങ്കിൽ അല്ല വേണ്ട 1 point അത്രയും പറഞ്ഞാൽ മതി. പറഞ്ഞ എത്ര കിട്ടും? 0.16. 0.16 അല്ലെങ്കിൽ 0.17 10⁻⁻. അല്ലെങ്കിൽ 1.6 into 10⁻⁻3 അല്ലെങ്കിൽ 16 into 10⁻⁴. ഇങ്ങനെയൊക്കെ ആൻസർ എഴുതാം. 0.16 into 10⁻⁻2 റേഡിയൻ, 1.6 into 10⁻⁻3 റേഡിയൻ, 16 into 10⁻⁻4 റേഡിയൻ. ഇങ്ങനെയൊക്കെ എഴുതാം. 0.16 into 10⁻⁻2 റേഡിയൻ, 1.6 into 10⁻⁻3 റേഡിയൻ, 16 into 10⁻⁴ റേഡിയൻ. എഴുതിയോ? അങ്ങനെയാണെങ്കിൽ ഇതുകൂടെ ഒന്ന് ചെയ്ത് 1 minute 54 seconds is equal to dash radian. നമ്മൾ NCERT ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ.
NCERT-ക്കകത്ത് കൊടുത്ത ഒരു എക്സാമ്പിൾ. 1 minute 54 seconds is equal to dash radian. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത 1 മിനിറ്റും 54 സെക്കൻഡും. എന്തെങ്കിലും ചെയ്യുന്നതിൽ സംശയം തോന്നിയാൽ അപ്പോഴും ചോദിക്കണം. വെറുതെ ഇരുന്ന് കളയല്ലേ. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കല്ലേ. വൺ മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ്. ഇത് 54 സെക്കൻഡ്. അപ്പൊ 60 പ്ലസ് 54 എന്ന് വെച്ചാൽ 1 മിനിറ്റ് 54 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 114 സെക്കൻഡ്. 1 മിനിറ്റ് അല്ല, മൾട്ടിപ്ലൈ ചെയ്തല്ലേ. 1 മിനിറ്റ് 54 സെക്കൻഡ് എന്ന് വെച്ചാൽ 1 മിനിറ്റും 54 സെക്കൻഡും. 1 മിനിറ്റിൽ 60 സെക്കൻഡ് പ്ലസ് 54 സെക്കൻഡ് 114 സെക്കൻഡ്. That is 114 into 1/60 into 1/60 into pi/180 റേഡിയൻ. ഇത് NCERT ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളാണ്. പക്ഷെ ഇങ്ങനെയല്ല സോൾവ് ചെയ്ത, ഇതിന്റെ സിംപ്ലിഫൈഡ് ഫോമാണ് വേണ്ടത്. ഒന്ന് ചെയ്ത എല്ലാവരും അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്താൽ മതി. എന്ത് കിട്ടി? .52 into 10⁻³ radian. 0.52. നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ ഒരു 0 0 0 114 3.14 by 6 into 6 into 80 into ഇവിടത്തെ ഒരു 0 ഇവിടത്തെ ഒരു 0 ഇവിടത്തെ ഒരു 0 മുകളിൽ വരുമ്പോൾ 10⁻³ 114. അതുപോലെ പൈക്ക് 3.14 6 6 6 18 പിന്നെ ഇവിടത്തെ 0 ഇവിടത്തെ 0 0 മുകളിൽ വന്നപ്പോ 10⁻³ ഇനി ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? അപ്രോക്സിമേറ്റ് ചെയ്ത 3.14 6 2 അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ 2ഉം 6ഉം കൂടെ 12. അപ്പോ 12ഉം 114. അപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്താൽ ഒരു 10 എന്ന് പറയും, അല്ലെങ്കിൽ 9 point something. അപ്പോ 10/18 into 10⁻³ 10/18 into
100/18 ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 100/18 ഇൻറ്റു 10⁻⁻⁴. അങ്ങനെ എടുത്താൽ 36 4 അപ്പോ 72. അപ്പോ 5.2 ഇൻറ്റു 10⁻⁻⁴. 5.2 ഇൻറ്റു 10⁻⁻⁴. അല്ലെങ്കിൽ 0.52 ഇൻറ്റു 10⁻⁻⁴. സോറി -3. 0.52 ഇൻറ്റു 10⁻⁻³ എന്ന് എഴുതാം. അല്ലെങ്കിൽ 5.2 ഇൻറ്റു 10⁻⁻⁴ എന്ന്. ഞാനിത് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് ചെയ്തത്. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് അപ്രോക്സിമേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. 3.14 6 ക്യാൻസൽ ചെയ്താൽ 2. ഈ 2ഉം 6ഉം കൂടെ 12. അപ്പൊ ഇവിടെ 114 അപ്രോക്സിമേറ്റ്ലി 10 9 പോയിന്റ് സംതിങ് ആണ് കിട്ടുന്നത്. അപ്പോ ബൈ 10 എന്നെടുത്തു. 10/18 10⁻⁻3. അതിനെ 100 ആക്കുമ്പോ ഇവിടെ ഒരു -1 കൂടെ വേണം. അപ്പൊ 100/18 ഇൻറ്റു 10⁻⁻⁴. ദാറ്റ് ഈസ് 5.2 ഇൻറ്റു 10⁻⁻⁴. അല്ലെങ്കിൽ 0.52 ഇൻറ്റു 10⁻⁻3. അങ്ങനെയും എഴുതാം. ഇത് അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്യുന്ന പരീക്ഷയ്ക്ക് പലപ്പോഴും ഇവിടെ ഇതിന്റെ പൈന്റെയും ഇങ്ങനത്തെ സിംപ്ലിഫൈ ചെയ്തേ തരത്തുള്ളൂ. എന്ന് വെച്ചാൽ പൈ തരാതെ പൈന്റെ ടേംസിലായിരിക്കും ആൻസർ തരുന്നത്. 3.14 കൊടുക്കാതെ തന്നെയായിരിക്കും തരുന്നത്. അടുത്ത രണ്ടാമത്തെ ഒരു സപ്ലിമെന്ററി ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ രണ്ടാമത്തെ ക്വാണ്ടിറ്റി സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് വെച്ചാൽ 3 ഡയമെൻഷണൽ ആംഗിൾ. 3 ഡയമെൻഷണൽ ആംഗിൾ അതിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. 3 ഡയമെൻഷണൽ ആംഗിൾ നമുക്ക് ഒരിടവും പഠിക്കാനില്ല. നമ്മളെല്ലാം 2 ഡയമെൻഷന്റെ കാര്യമേ പഠിക്കുന്നു. ഫിസിക്സിൽ നമുക്ക് 2 വർഷത്തെ ചാപ്റ്ററുകളിലും 2 ഡയമെൻഷനിലെ പഠിക്കാം. 3 ഡയമെൻഷൻ നമ്മൾ ഒരിടവും അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ആംഗിൾ വേണ്ട. പക്ഷെ അതിന്റെ യൂണിറ്റ് നമുക്ക് നോക്കി വെച്ചിരിക്കാം. സ്റ്റെറേഡിയൻ. സ്റ്റെറേഡിയൻ നോട്ട് ചെയ്യാം. നമ്പർ 2 സോളിഡ് ആംഗിൾ. സപ്ലിമെന്ററി ക്വാണ്ടിറ്റിയിലെ നമ്പർ 2 സോളിഡ് ആംഗിൾ. SI യൂണിറ്റ് സ്റ്റെറേഡിയൻ. SI യൂണിറ്റ് സ്റ്റെറേഡിയൻ. അപ്പോ SI യൂണിറ്റ് സിസ്റ്റം വഴി 7 ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ, 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റി. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി പറഞ്ഞേ? ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയൻ, സോളിഡ് ആംഗിളിന്റെ SI യൂണിറ്റ് സ്റ്റെറേഡിയൻ. സോളിഡ് ആംഗിൾ 3 ഡയമെൻഷൻ ആണ്, പ്ലെയിൻ ആംഗിൾ 2 ഡയമെൻഷൻ ആണ്. ഇപ്പൊ സർക്കുലർ മോഷൻ, പ്രൊജക്ടൈൽ മോഷൻ, ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലെയിൻ ആംഗിൾ ആണ്. ഇനി സ്പേസിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലും 3 ഡയമെൻഷൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സോളിഡ് ബോഡികളിലൊക്കെയാണ് 3 ഡയമെൻഷൻ ഉപയോഗിക്കുന്നത്. ഈ 4 യൂണിറ്റ് സിസ്റ്റവും കമ്പയർ ചെയ്യുമ്പോൾ CGS, FPS, MKS, SI ഇത് 4 കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ളത് SI യൂണിറ്റിനാണ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ, ഒന്ന്, ഇറ്റ് ഈസ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ്. 2, ഇറ്റ് ഈസ് എ മെട്രിക് യൂണിറ്റ് സിസ്റ്റം. മെട്രിക് യൂണിറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ all the conversions are in the power of 10. എല്ലാ കൺവേർഷനും 10ന്റെ പവറിലാണ് വരുന്നത്. അതുകൊണ്ട് മെട്രിക് യൂണിറ്റ് സിസ്റ്റം എന്ന് പറയും.
ഇപ്പൊ കിലോമീറ്ററിനെ മീറ്ററിലാക്കുക, സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലാക്കുക. ഇതെല്ലാം 10ന്റെ പവറിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെട്രിക് യൂണിറ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പോ ഇന്റർനാഷണലി അക്സെപ്റ്റഡ്, രണ്ടാമത് ഇറ്റ് ഈസ് എ മെട്രിക് യൂണിറ്റ് സിസ്റ്റം, 3 ഇറ്റ് ഈസ് എ റാഷണലൈസ്ഡ് യൂണിറ്റ് സിസ്റ്റം. റാഷണലൈസ്ഡ് യൂണിറ്റ് സിസ്റ്റം, റാഷണലൈസ് എന്ന് വെച്ചാൽ ഒരു കാറ്റഗറിക്ക് ഒരു യൂണിറ്റ് ഉപയോഗിച്ചാൽ മതി. ഏത് കാറ്റഗറിയായി? എക്സാമ്പിൾ എനർജി. എനർജി പല ടൈപ്പ് ഉണ്ട്. മെക്കാനിക്കൽ എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട്, സൗണ്ട് എനർജി ഉണ്ട്. ഇങ്ങനെ പല എനർജിയാണ്. CGS യൂണിറ്റ് സിസ്റ്റത്തിൽ ഓരോ എനർജിക്കും ഓരോ യൂണിറ്റ് ആണ്. SI യൂണിറ്റ് എനർജി എന്ന് കേട്ടാൽ ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി, ജൂൾ ഉപയോഗിച്ചാൽ മതി. ഏത് എനർജിക്കും ജൂൾ ഉപയോഗിച്ചാൽ മതി. ഏത് വെലോസിറ്റി എടുത്താലും മീറ്റർ പെർ സെക്കൻഡ് ആണ്. CGSലൊക്കെ ഓരോ വെലോസിറ്റിക്കും ഓരോ യൂണിറ്റ് ആണ്. അപ്പോൾ SI യൂണിറ്റ് കാറ്റഗറി അനുസരിച്ചുള്ള യൂണിറ്റ് ആണ്. ഒരു കാറ്റഗറി വരുന്ന എല്ലാവർക്കും ഒരു യൂണിറ്റ് പഠിച്ചാൽ മതി. മൊമെന്റം എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഒരു യൂണിറ്റ് മതി. ഫോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഒരു യൂണിറ്റ് മതി. എനർജി എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഒരു യൂണിറ്റ് മതി. അങ്ങനെ കാറ്റഗറി അനുസരിച്ച് യൂണിറ്റ് പഠിക്കുന്നതിനെയാണ് റാഷണലൈസ്ഡ് സിസ്റ്റം എന്ന് പറയും. റാഷണലൈസ് എന്ന് വെച്ചാൽ ഒരു കാറ്റഗറിക്ക് ഒരു യൂണിറ്റ് ആണ്. അപ്പൊ SI യൂണിറ്റിന്റെ അഡ്വാൻറ്റേജസ് ഇതാണ്. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്, മെട്രിക് യൂണിറ്റ് സിസ്റ്റം ആണ്, റാഷണലൈസ്ഡ് യൂണിറ്റ് സിസ്റ്റം. ഒന്ന് എഴുതുക, അഡ്വാൻറ്റേജസ് ഓഫ് SI യൂണിറ്റ് സിസ്റ്റം. Number 1, it is internationally accepted. Internationally accepted. Number 2, it is a metric unit system. Metric unit system. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെക്കണം. All the conversions are in the power of 10. All the conversions are in the power of 10. All the conversions are in the power of 10. Number 3, it is a rationalized unit system. It is a rationalized unit system. Rationalized unit system. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതണം. ബേസ്ഡ് ഓൺ കാറ്റഗറി. ബേസ്ഡ് ഓൺ കാറ്റഗറി. ഒരു കാറ്റഗറിയിൽ വരുന്നവർക്ക് ഒരു യൂണിറ്റ് മതി. ബേസ്ഡ് ഓൺ കാറ്റഗറി. എഴുതിയോ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും ഫസ്റ്റ് ഇയറിൽ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ പഠിപ്പിച്ചതൊക്കെ. ഇതിലൊന്നും ഞാൻ പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം നിങ്ങൾ കേട്ട കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ കേൾക്കാത്ത വരുന്നത് കൺവേർഷൻസുകളാണ് വരാറ്. ഇനി നമ്മൾ കുറച്ച് അഡീഷണൽ യൂണിറ്റ്സുകൾ കൂടെ പഠിക്കണം, എങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം വേണ്ട ഒരു കാര്യം 10ന്റെ പവറിനെ കുറിച്ചുള്ള പേരാണ്. അത് ആ മെറ്റീരിയലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ടേമാണ്. അപ്പൊ നമ്മള് 10, അതിനെ തന്നെ 10⁻⁴. അതിനെ പറയുന്ന പേര് ഡെക്ക എന്ന് പറയും. 10⁻², ഹെക്ട എന്ന് പറയും. 10⁻³ കിലോ എന്ന് പറയും. 10⁻⁶
മെഗാ എന്ന് പറയും. മെഗാ എന്ന് ബ്ലേഡ് ആണ്. ഒരു മിനിറ്റ്. എല്ലാവർക്കും അങ്ങനെയാണോ? ഒരു മിനിറ്റ്. 10⁻³ കിലോ, 10⁻⁶ മെഗാ, അതുപോലെ 10⁻⁹ ജിഗ, 10⁻12 ടെറ, 10⁻15 പെറ്റ, 10⁻18 എക്സ. അപ്പോ 10⁻1 ഡെക്ക, 10⁻2 ഹെക്ട, 10⁻3 കിലോ, 10⁻6 മെഗാ, 10⁻9 ജിഗ, 10⁻12 ടെറ, 10⁻15 പെറ്റ, 10⁻18 എക്സ. അത് കഴിഞ്ഞിട്ടുമുണ്ട് 21, 24 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്കതൊന്നും വേണ്ട. നമ്മൾ 18 വരെ ഉള്ളത് വെച്ചാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പവർ ഇങ്ങനെയാണ് ചോദിക്കാറ്. നമുക്കിപ്പം ടെറാ വോൾട്ട്, ടെറാ കിലോ എന്നിങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിക്കാം. അപ്പോ അതിവിടെ എല്ലാം ഉപയോഗിക്കേണ്ട ടേം ആണ്. 10⁻1 ഡെക്ക, 10⁻2 ഹെക്ടർ, 10⁻3 കിലോ, 10⁻6 മെഗാ, 10⁻9 ജിഗ, 10⁻12 ടെറ, 10⁻15 പെറ്റ, 10⁻18 എക്സ. എഴുത്. പവർ ഓഫ് 10. പവർ ഓഫ് 10 ഓരോന്നായിട്ട് എഴുതാം. 10⁻1, 2, 3, 4, 5 ഒന്നും ഇല്ല. 3 കഴിഞ്ഞാൽ പിന്നെ 6 ആണ്. 6 കഴിഞ്ഞാൽ 9 ആണ്. 9 കഴിഞ്ഞാൽ 12 ആണ്. 15, 18 അങ്ങനെയാണ് ഇപ്പോൾ. എഴുതി കഴിഞ്ഞോ? ഡെക്ക, ഹെക്ടർ, കിലോ, മെഗാ, ജിഗ, ടെറ, പെറ്റ, എക്സ. 18 എക്സ. ഇനി മൈനസ് ആണെങ്കിൽ -1 ഡെസി, -2 സെന്റി, -3 മില്ലി, -6 മൈക്രോ, -9 നാനോ, -12 പൈക്കോ, -15 ഫെംറ്റോ, -18 അറ്റോ. 10⁻⁻1 ഡെസി, -2 സെന്റി, -3 മില്ലി, -6 മൈക്രോ, -9 നാനോ, -12 പൈക്കോ, -15 ഫെംറ്റോ, -18 അറ്റോ. എഴുതുക. ഇതെല്ലാം മൈനസിന്റെ കാര്യം. 18 വരെ മതി നമുക്ക്. 10⁻⁻1 ഡെസി, -2 സെന്റി, -3 മില്ലി, -6 മൈക്രോ, -9 നാനോ, -12 പൈക്കോ, -15 ഫെംറ്റോ, -18 അറ്റോ. എഴുതി കഴിഞ്ഞോ? യെസ്. ഇനി നമ്മള് കുറച്ച് അഡീഷണൽ യൂണിറ്റ് കൂടെ പഠിക്കും. കാര്യം പല സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യമുള്ളത്. അതിലാദ്യം ഡിസ്റ്റൻസിന്റെ കാര്യമാണ്. ഡിസ്റ്റൻസിന് ഏറ്റവും ചെറിയ യൂണിറ്റ് നമ്മൾ ഫെർമി ഉപയോഗിക്കാം. ഫെർമി ഇത് ഉപയോഗിക്കുന്നത് ന്യൂക്ലിയസിന്റെ സൈസ് മെഷർ ചെയ്യാൻ. ന്യൂക്ലിയസ് വളരെ ചെറുതാണ്, അതിന്റെ സൈസ് മെഷർ ചെയ്യാൻ.
10⁻⁻15 മീറ്റർ. -15 മീറ്ററിനെയാണ് 1 ഫെർമി എന്ന്. പിന്നെ 1 ആംസ്ട്രോങ്. ഇത് ഉപയോഗിക്കുന്നത് ആറ്റത്തിന്റെ സൈസ് മെഷർ ചെയ്യാൻ, ലൈറ്റിന്റെ വേവ് ലെന്ത് മെഷർ ചെയ്യാൻ ഒക്കെയാണ് നമ്മൾ ആംസ്ട്രോങ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. 10⁻10 മീറ്റർ. പിന്നെ നാനോമീറ്റർ ഉപയോഗിക്കാം, -9 മീറ്റർ. പിന്നെ മൈക്രോമീറ്റർ ഉപയോഗിക്കാം, 10⁻6 മീറ്റർ. മില്ലിമീറ്റർ 10⁻3 മീറ്റർ. സെന്റിമീറ്റർ 10⁻2 മീറ്റർ. 1 ഫുട്ട് 30 സെന്റിമീറ്റർ. 1 ഇഞ്ച് 2.5 സെന്റിമീറ്റർ. 1 ഇഞ്ച് എന്ന് വെച്ചാൽ 2.5 സെന്റിമീറ്റർ. 1 ഫുട്ട് എന്ന് വെച്ചാൽ 30 സെന്റിമീറ്റർ. എഴുതിയെടുക്കും. അതർ യൂണിറ്റ് എന്ന് കൊടുക്കും. അതർ യൂണിറ്റ് നമുക്കിതൊക്കെ പ്രോബ്ലത്തിൽ വരുന്നതാണ് പലയിടത്തും. അതിലാദ്യം ഡിസ്റ്റൻസിന്റെ അതർ യൂണിറ്റ് ആണ്. ഡിസ്റ്റൻസിന്റെ 1 ഫെർമി 10⁻15 മീറ്റർ. 1 ആംസ്ട്രോങ് 10⁻10 മീറ്റർ. ഇതെല്ലാം കേട്ട് പേടിച്ചു കളയല്ല കേട്ടോ. ഇതെല്ലാം പല ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ്. ഓരോ ചാപ്റ്ററിൽ ഇതിൽ ഏതെങ്കിലും ഓരോ യൂണിറ്റുകൾ വരും. 1 നാനോമീറ്റർ 10⁻9 മീറ്റർ. 1 മൈക്രോമീറ്റർ 10⁻6 മീറ്റർ. 1 മില്ലിമീറ്റർ 10⁻3 മീറ്റർ. 1 സെന്റിമീറ്റർ 10⁻2 മീറ്റർ. 1 ഫുട്ട് എന്ന് വെച്ചാൽ ഒരടി സ്കെയിൽ എന്നൊക്കെ നമ്മൾ പറയാം, 30 സെന്റിമീറ്റർ. 1 ഇഞ്ച് 1 ഇഞ്ച് 2.5 സെന്റിമീറ്റർ. 1 കിലോമീറ്റർ 1000 മീറ്റർ അല്ലെങ്കിൽ 10⁻3 മീറ്റർ. 10⁻3 മീറ്റർ. 1 kilometer is equal to 10⁻3 meter. അടുത്ത 1 astronomical unit. astronomical unit എന്ന് വെച്ചാൽ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ. സണ്ണും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ്. അതിന്റെ പേരാണ് 1 astronomical unit എന്ന് പറയുന്നത്. That is equal to 1.496 into 10⁻11 meter അല്ലെങ്കിൽ 1.5 into 10⁻11 meter എന്നെടുത്താലും മതി. 1 astronomical unit AU എന്ന് വെച്ചാൽ astronomical unit എന്ന് വെച്ചാൽ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ആൻഡ് ദ സൺ. എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. 1.496 into 10⁻11 മീറ്റർ. അടുത്ത 1 ലൈറ്റ് ഇയർ. ഒരു ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് in 1 year with the velocity 3 into 10⁻8 meter per second. ലൈറ്റ് ഒരു വർഷം 3 into 10⁻8 meter per second എത്ര ദൂരം സഞ്ചരിച്ചോ അതിനെയാണ് 1 light year. It is the distance traveled by the light in 1 year with the velocity 3 into 10⁻8 meter per second. Value 9.46 into 10⁻15 meter അല്ലെങ്കിൽ
9.5 into 10 raised to 15 meter എന്നാണ്. 9.5 into 10 raised to 15 meter. അതാണ് ഒരു ലൈറ്റ് ഇയർ. ഡെഫിനിഷൻ വേണമെങ്കിൽ എഴുതി വെക്കണം. The distance traveled by the light in 1 year with velocity 3 into 10 raised to 8 ആണ്. ലൈറ്റിന്റെ വെലോസിറ്റി എല്ലായിടത്തും 3 into 10 raised to 8 കിട്ടണമെന്നില്ല, അതിനെക്കാട്ടിലും കുറഞ്ഞും ഇരിക്കാം. അപ്പൊ 3 into 10 raised to 8 മീറ്റർ പെർ സെക്കൻഡിൽ 1 ഇയർ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അടുത്ത ഡിസ്റ്റൻസിന് വേറൊരു യൂണിറ്റ് കൂടെ ഉപയോഗിക്കാറുണ്ട്, പാർ സെക്കൻഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ പാരലാക്റ്റിക് സെക്കൻഡ്. പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് തന്നെയാണ്. പാർ സെക്കൻഡ് എന്ന് പറയും, പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയും. എന്താണ് പാർ സെക്കൻഡ് എന്ന് വെച്ചാൽ 3.1 into 10 raised to 16 മീറ്ററിനെയാണ് പാർ സെക്കൻഡ് എന്ന് പറയും. അല്ലെങ്കിൽ 3.26 ലൈറ്റ് ഇയർ എന്ന് പറയുന്ന പേരാണ് 1 പാർ സെക്കൻഡ് എന്ന് പറയും. 1 പാർ സെക്കൻഡ് എന്ന് വെച്ചാൽ 3.1 into 10 raised to 16 മീറ്റർ, അല്ലെങ്കിൽ 3.26 ലൈറ്റ് ഇയർ. 3.26 ലൈറ്റ് ഇയർ, അതിനെയാണ് 1 പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഒരു പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് വെച്ചാൽ, സപ്പോസ് ഇതാണ് ആർക്ക് എന്ന് പറയുന്നത്, ഇത് ആംഗിൾ ആണ്, ഇത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ് ആണ്. ഈ ആംഗിളിന്റെ വാല്യൂ 1 സെക്കൻഡ് ആയിരിക്കണം. ഈ ആർക്കിന്റെ വാല്യൂ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിരിക്കും. ആർക്ക് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റും ആംഗിൾ 1 സെക്കൻഡുമായിരിക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് കിട്ടുന്നോ ആ ആറിന്റെ പേരാണ് ഒരു പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഒബ്റ്റൈൻഡ് when the angle is 1 second and the arc is 1 astronomical unit. ആർക്ക് 1 astronomical യൂണിറ്റ് ആയിരിക്കണം, ആംഗിൾ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിരിക്കണം. ആ സമയത്ത് കിട്ടുന്ന ഡിസ്റ്റൻസിന്റെ പേരാണ് പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ പാർ സെക്കൻഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആംഗിൾ ഈസ് ഈക്വൽ ടു L by R. അപ്പൊ R ഈസ് ഈക്വൽ ടു L by theta. L 1 astronomical യൂണിറ്റ്, ആംഗിൾ 1 സെക്കൻഡ് ആണ്. 1 astronomical യൂണിറ്റ് ബൈ 1 സെക്കൻഡ്. ഇതിനെ SI യൂണിറ്റിലോട്ട് മാറ്റണം. 1 astronomical യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1.5 into 10 raised to 11 മീറ്റർ ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ് എന്ന് വെച്ചാൽ 1/60 into 1/60 into pi by 180 റേഡിയൻ. റേഡിയനിലോട്ട് സെക്കൻഡിനെ മാറ്റണം. ഇത് 3 സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. 3.1 into 10 raised to 16. അപ്പോ R is equal to L by theta. L 1 astronomical യൂണിറ്റ്, ആംഗിൾ 1 സെക്കൻഡ് ആണ്. ആ സമയത്ത് കിട്ടുന്ന ഈ ഡിസ്റ്റൻസ് ആറിന്റെ പേരാണ് ഒരു പാർ സെക്കൻഡ് എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.1 into 10 raised to 16 മീറ്റർ. അപ്പൊ ആ പാർ സെക്കൻഡിന്റെ സൈഡില് ഈ ഫിഗറിനെ ഒന്ന് വരച്ചു വയ്ക്കണം. ഈ പാർ സെക്കൻഡ് എന്ന് വെച്ചാൽ പാരലാക്റ്റിക് സെക്കൻഡ് ആണ്. ഇതിനെ പറയുന്ന പേര് പാരലാക്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് ആർക്ക് ബൈ ഡിസ്റ്റൻസിനെ പറയുന്ന പേര് പാരലാക്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പാരലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത്. ഇത് ആർക്കാണ്, അതോ 1 astronomical യൂണിറ്റ്. ഇത് ആംഗിൾ ആണ് 1 സെക്കൻഡ്. ഈ ഡിസ്റ്റൻസ് ആറാണ് കണ്ടുപിടിക്കാൻ. ആ ആറിന്റെ വാല്യൂ ആണ് പാർ സെക്കൻഡ് എന്ന് പറയുന്നത്. R is equal to L by theta. 1 astronomical unit by 1 second. Astronomical യൂണിറ്റിനെ മീറ്ററിലോട്ട് മാറ്റണം, സെക്കൻഡിനെ റേഡിയനിലോട്ട് മാറ്റണം. സെക്കൻഡ് റേഡിയനിൽ വരണം, astronomical യൂണിറ്റ് മീറ്ററിൽ വരണം. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് 3.1 into 10 raised to 16 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ഡിസ്റ്റൻസിന്റെ അതർ യൂണിറ്റില്
ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ് പഠിച്ചേ? ഒന്ന് പറഞ്ഞേ. ഫെർമി. എത്രയാണ് മീറ്റർ ഒരു ഫെർമി? നമ്മൾ പഠിച്ചതിൽ വെച്ച് വലിയ യൂണിറ്റ് ഡിസ്റ്റൻസിന്റെ ഏതാണ്? പാർ സെക്കൻഡ് ആണ്. പാർ സെക്കൻഡ് ആണ് വലിയ ഡിസ്റ്റൻസ്. ഒരു പാർ സെക്കൻഡ് എത്ര മീറ്ററാ? 3.1 into 10⁻16 മീറ്റർ. അപ്പൊ നമ്മൾ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ യൂണിറ്റ് ഫെർമി, ഏറ്റവും വലിയ യൂണിറ്റ് പാർ സെക്കൻഡ്. 1 പാർ സെക്കൻഡ് 3.1 into 10⁻16 മീറ്റർ. 1 ഫെർമി 10⁻15 മീറ്റർ. ഇതാണ് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിന്റെ യൂണിറ്റ്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് മാസിന്റെ യൂണിറ്റ് വേണം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ യൂണിറ്റ് AMU എന്ന് വെച്ചാൽ അറ്റോമിക് മാസ് യൂണിറ്റ്. 1.67 into 10⁻27 കിലോ. 1.67 into 10⁻27 കിലോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാം, മില്ലിഗ്രാം. ഒരു ഗ്രാമിൽ എത്ര മില്ലിഗ്രാം ഉണ്ട്? ഒരു ഗ്രാമിൽ എത്ര മില്ലിഗ്രാം? ഗ്രാമാണോ വലുത്, മില്ലിഗ്രാം ആണോ വലുത്? ഒരു ഗ്രാമിൽ എത്ര മില്ലിഗ്രാം ഉണ്ട്? 10 ആണോ, 100 ആണോ, 1000 ആണോ, അതോ 10,000? ഒരു ഗ്രാം 1000 മില്ലി എന്ന് വെച്ചാൽ 10⁻3 മില്ലി. അപ്പൊ ഒരു മില്ലിഗ്രാം എന്ന് വെച്ചാൽ 1/10⁻3 ഗ്രാം എന്ന് വെച്ചാൽ 10⁻³ ഗ്രാം. അപ്പൊ മില്ലിഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി ഒരു കിലോഗ്രാം 10⁻³ ഗ്രാം. ഇപ്പൊ ഒരു ഗ്രാം എന്ന് പറയുമ്പോൾ 10⁻³ കിലോഗ്രാം. ഗ്രാമിലിരിക്കുന്ന ആളിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ പറഞ്ഞ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ. അങ്ങനെയാണെങ്കിൽ ഒരു മില്ലിഗ്രാം എന്ന് വെച്ചാൽ 10⁻³ ഗ്രാം. ഒരു ഗ്രാം എന്ന് വെച്ചാൽ 10⁻³ കിലോഗ്രാം. അപ്പൊ ഒരു മില്ലിഗ്രാം എന്ന് വെച്ചാൽ 10⁻6 കിലോഗ്രാം. മില്ലിഗ്രാമിൽ ഇരിക്കുന്ന ഒരാളിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ. ഗ്രാമിലിരിക്കുന്ന ആളിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ. കാരണം ഒരു കിലോഗ്രാം 1000 ഗ്രാമാണ്, ഒരു ഗ്രാം 1000 മില്ലിഗ്രാം. അപ്പോ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ 10⁻³ മില്ലിഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ -6 കൊണ്ട് മൾട്ടിപ്ലൈ. എഴുതുക. അടുത്ത് ഫാർ മാസ്, അതർ യൂണിറ്റിലെ ഫാർ മാസ്. 1 AMU അറ്റോമിക് മാസ് യൂണിറ്റ് 1.67 into 10⁻27 കിലോഗ്രാം. അടുത്ത് 1 ഗ്രാം 1000 മില്ലിഗ്രാം. So 1 milligram is equal to 10⁻³ gram. 10⁻³ gram. അതുപോലെ 1 കിലോഗ്രാം 1000 ഗ്രാം 10⁻³ ഗ്രാം. One gram അപ്പൊ 10⁻³ കിലോഗ്രാം. ഈ രണ്ട് യൂണിറ്റുമാണ് നമുക്ക് എല്ലായിടത്തും വേണ്ടത്.
ഗ്രാമിനെ കിലോഗ്രാമിലാക്കാനും മില്ലിഗ്രാമിനെ കിലോഗ്രാമിലോട്ടാക്കാം. കൂടുതൽ പ്രോബ്ലം നമുക്ക് വരുന്നത് ഗ്രാമിലും മില്ലിഗ്രാമിലോ, അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റിയാണ് ചെയ്യേണ്ടത്. 1 gram 10⁻³ കിലോഗ്രാം, 1 milligram 10⁻6 കിലോഗ്രാം. അടുത്ത് നമ്മള് പൗണ്ട് ഉപയോഗിക്കാം. ഒരു പൗണ്ട് എന്ന് വെച്ചാൽ 0.45 കിലോഗ്രാം. 0.45 കിലോഗ്രാമിനെയാണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. പൗണ്ട് മാസിന്റെ യൂണിറ്റ് ആണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സ്ലഗ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ്, 14.5 കിലോഗ്രാം. 14.5 കിലോഗ്രാമിനെയാണ് ഒരു സ്ലഗ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും സ്ലഗ് എന്ന് പറയുന്ന യൂണിറ്റ് തരാറുണ്ട്. പിന്നെ 1 ക്വിന്റൽ 100 കിലോഗ്രാം, 1 ടൺ 1000 കിലോഗ്രാം. അപ്പോ ഒരു പൗണ്ട് 0.45 കിലോഗ്രാം, ഒരു സ്ലഗ് 14.5 കിലോഗ്രാം, 1 ക്വിന്റൽ 100 കിലോഗ്രാം, 1 ടൺ 1000 കിലോഗ്രാം. ഇതും കൂടെ ഒന്ന് എഴുതിയത്. 1 പൗണ്ട് 0.45 കിലോഗ്രാം, 1 സ്ലഗ് 14.5 കിലോഗ്രാം, 1 ക്വിന്റൽ 100 കിലോഗ്രാം, 1 ടൺ 1000 കിലോഗ്രാം. ഒരു ടൺ 1000 കിലോഗ്രാം. എഴുതി കഴിഞ്ഞോ? ടൈമിന്റെ കാര്യം. ടൈമിൽ നമ്മൾ ഇങ്ങനെ ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നത് ഷേക്ക്. 1 ഷേക്ക്. 1 ഷേക്ക് എന്ന് വെച്ചാൽ 10⁻⁸ സെക്കൻഡ്. ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈമാണ്. ഇതൊക്കെ മെഷർ ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള വാച്ചൊന്നും പോരാ. നമ്മുടെ കയ്യിലുള്ള വാച്ച് വെച്ചൊന്നും 10⁻⁸ സെക്കൻഡ് മെഷർ ചെയ്യാൻ പറ്റൂല. മാക്സിമം നമുക്ക് 1 സെക്കൻഡോ അതിനെക്കാളും ചെറുതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാച്ച് ക്ലോക്കിന്റെ പേര് അറ്റോമിക് ക്ലോക്ക് എന്നാണ് പറയുന്നത്. അറ്റോമിക് ക്ലോക്ക് വെച്ചാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ 100 മീറ്റർ ഒളിമ്പിക്സിലൊക്കെ 100 മീറ്റർ ഓട്ടം വരാറുണ്ട്. ഓടുന്നവരെല്ലാം ഓരോ രാജ്യത്തിലെയും മിടുക്കന്മാരാണ്. ഓരോ രാജ്യത്തിനും ഒരുത്തനാണ് പോകുന്നത്. എല്ലാവരും ഓടുന്നത് നോക്കിയാൽ അറിയാം. 9.9999 ഇങ്ങനെ പോകും. സെക്കൻഡാണ്, മിനിറ്റും മണിക്കൂറൊന്നും അല്ല. 9.999 സെക്കൻഡ് ആദ്യത്തവൻ. അടുത്തവൻ നോക്കിയാൽ 9.9998 ആയിരിക്കും. അടുത്തവൻ 9.9998 ആയിരിക്കും. ഇങ്ങനെ ചെറിയ സെക്കൻഡിനെ തന്നെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ അത് അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാം. ആ ക്ലോക്കിനെയാണ് നമ്മള് അറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ സ്പിന്നിങ് വെച്ചാണ് ഇവിടെ ടൈം മെഷർ ചെയ്യുന്നത്. ഇലക്ട്രോണിന്റെ സ്പിന്നിങ് കപ്പാസിറ്റി വെച്ചാൽ. അങ്ങനത്തെ ക്ലോക്കിന്റെ പേരാണ് അറ്റോമിക് ക്ലോക്ക്. അതിലെ ഈ ടൈമൊക്കെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മുടെ വാച്ച് വെച്ചിട്ട് 10⁻⁸ സെക്കൻഡ് ഒന്നും മെഷർ ചെയ്യാൻ പറ്റൂല. ഇനി വേറെ ടൈം 1 മിനിറ്റ് ഉപയോഗിക്കാം. 60 സെക്കൻഡ്. 1 അവർ 60 into 60 സെക്കൻഡ്. 1 day 24 into 60 into 60 സെക്കൻഡ്. 1 year 365 into 24 into 60 into 60 സെക്കൻഡ്. അപ്പൊ ഒരു മിനിറ്റ് 60 സെക്കൻഡ്, ഒരു മണിക്കൂർ 60 into 60 സെക്കൻഡ്,
1 day 24 into 60 into 60 second. 1 year 365 into 24 into 60 into 60. എഴുതിയെടുക്കുക. അടുത്ത ടൈമിന്റെ 1 shake is equal to 10 raised to minus 8 second. 10 raised to minus 8 second. One minute is equal to 60 second. One hour is equal to 60 into 60 second. Multiply the power. 60 into 60. into 60 second. 3600 second. അതുപോലെ ഒരു ഡേ അതിനെ 24 കൊണ്ട് മൾട്ടിപ്ലൈ. എത്ര കിട്ടി? 24 into 60 into 60. മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. എത്ര? 864 എത്രയാണോ? Yes, sir. 8164 ആണോ 864 ആണോ? അതിനെ വേണമെങ്കിൽ 8.64 into 1 2 3 4 10 raised to 4 second. ഇങ്ങനെ എഴുതാം. 8.64 into 10 raised to 4 second. അടുത്ത 1 ഇയറിനെ ഒന്ന് എഴുതി. $365 into 86400. മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്ത് കിട്ടി? എത്ര? 53400. എത്ര? 3 0 ആണ്. അതെ സർ. 3.1534 into 10 raised to 7. അല്ലെങ്കിൽ 3.15 എന്നെടുത്താലും 3.15 into 10 raised to 7 second. അത്രയും സെക്കൻഡ്. അപ്പോൾ യൂണിറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇത്രയാണ്. ഇതിലൊന്നും വലിയ പുതുമയില്ല. നിങ്ങളെല്ലാം 11ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതൊക്കെ. ഒരുപാട് പ്രാവശ്യം കേട്ട കാര്യങ്ങളാണ്. ഇതിലൊന്നും വലുതായിട്ട് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാനില്ല. ജസ്റ്റ് ന്യൂമറിക്കൽസ് മാത്രമാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമുക്ക് ഇത് പല സ്ഥലങ്ങളിലും ആവശ്യം. അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ വായിക്കാൻ പറയേണ്ടതാണ്. വായിച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒന്നുമില്ല. എങ്കിലും ഞാൻ പഠിപ്പിച്ചെന്നേ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ 2-3 എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എഴുതുക എക്സാമ്പിൾസ് ഓഫ് യൂണിറ്റ്. എക്സാമ്പിൾ ഓഫ് യൂണിറ്റ്സ്. ഒന്ന് ഞാൻ തരുന്ന 1 കിലോമീറ്റർ പെർ അവർ എത്ര മീറ്റർ പെർ സെക്കൻഡ്? അവറിന് 5/80. കിലോമീറ്ററിനെ മീറ്റർ ആക്കണം. ഒരു കിലോമീറ്റർ 1000 മീറ്റർ. 1 അവർ 3600 സെക്കൻഡ്. 2 സീറോ ക്യാൻസൽ ചെയ്യും. അപ്പൊ 10/36 എന്ന് വെച്ചാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ അത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറും. അടുത്ത 1 gram by centimeter is equal to dash kilogram by meter. എല്ലാവരും കണ്ടുപിടിച്ച് 1 gram by centimeter is equal to dash kilogram by meter. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം, സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. എല്ലാം എഴുതി തന്നിട്ടുണ്ട്. ഗ്രാം കിലോഗ്രാം എങ്ങനെ ആക്കണം, സെന്റിമീറ്റർ മീറ്ററിലോട്ട് ആക്കണം. Ten raised to minus 1. ഓക്കെ, ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം. ഒരു ഗ്രാം 10⁻³ കിലോഗ്രാം. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട്, ഒരു സെന്റിമീറ്റർ 10⁻² മീറ്റർ. -2 മോളി വരും, +2 ആവും. അപ്പൊ 10⁻⁻1 കിലോഗ്രാം ബൈ മീറ്റർ. ഒരു ഗ്രാം ബൈ സെന്റിമീറ്റർ 10⁻⁻1 കിലോഗ്രാം ബൈ മീറ്റർ. ഗ്രാം കിലോഗ്രാമിലോട്ട് പോണം, സെന്റിമീറ്റർ മീറ്ററിലോട്ട്. അടുത്ത 1 gram by centimeter square dash kilogram by meter square. 1 gram by centimeter square is equal to dash kilogram by meter square. Okay. ഗ്രാം കിലോഗ്രാമിലോട്ട് മാറ്റും. 10⁻³ കിലോ. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറാണ്. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോ -2. ദ ഹോൾ സ്ക്വയർ ആയാലേ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോ 10⁻³ ബൈ 10⁻⁴ കിലോഗ്രാം ബൈ മീറ്റർ സ്ക്വയർ. -4 മോളി വരുമ്പോ +4 ആവും. 10⁻+4 -3 കൂടെ പോയ പിന്നെ 10. സോ 10 കിലോഗ്രാം ബൈ മീറ്റർ സ്ക്വയർ. തെറ്റാതെ എഴുതണം, സംശയം വരികയാണെങ്കിൽ ചോദിക്കണം. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാൻ 10⁻⁻². സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻². ഒരു സെന്റിമീറ്റർ 10⁻². പക്ഷെ സ്ക്വയർ ആണ് ഇരിക്കുന്നത്. അപ്പൊ 10⁻² ദ ഹോൾ സ്ക്വയർ. അപ്പൊ അത് -4. -4 മുകളിൽ വരുമ്പോ +4 ആണ്. 10⁻⁴ ഇൻറ്റു 10⁻⁻³ എന്ന് വെച്ചാൽ 10 ആണ്. ഇത് -4 മുകളിൽ വരുമ്പോ 10⁻⁻³ ഇൻറ്റു 10⁻⁴. സിംപ്ലിഫൈ ചെയ്താൽ 10 ആയിരിക്കും. അടുത്ത 1 gram by centimeter cube is equal to dash kilogram by meter cube.
1 gram by centimeter cube. എത്ര കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്? 10 raised to 3. 10 raised to 3. ശരി, നോക്കാം. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റും. 10⁻³ കിലോഗ്രാം. സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റും. ഒരു സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 10⁻². ക്യൂബാണ്. അപ്പൊ 10⁻³ ഹോൾ റൈസ് ടു 3. അപ്പൊ 10⁻³ ബൈ 10⁻⁻6. -6 മോളിൽ വരുമ്പോ +6 ആവും. +6 -3 കൂടെ പോയാൽ 10⁻³ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്. 10⁻³ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്. 1 ഗ്രാം ബൈ സെന്റിമീറ്റർ ക്യൂബിനെ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം. ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ 10⁻⁻3. സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലാണ്. ഒരു സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 10⁻⁻² ആണ്. ദ ഹോൾ ക്യൂബ് എടുക്കുമ്പോൾ -6. that is 10⁻³ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്. എഴുതിയോ? അടുത്ത് 36 milligram. 36 milligram into 2 Fermi divided by 20 hour is equal to dash kilogram meter by second. 36 milligram into 2 Fermi by 20 hour is equal to dash kilogram meter by second. മില്ലിഗ്രാമിനെ കിലോഗ്രാം ആക്കണം, ഫെർമിയെ മീറ്റർ ആക്കണം, അവറിനെ സെക്കൻഡ് ആക്കണം. അവറിനെ സെക്കൻഡിലോട്ട് മാറ്റണം, മില്ലിഗ്രാമിനെ കിലോഗ്രാമിലാക്കണം, ഫെർമിയെ മീറ്ററിലോട്ടാക്കണം. Ten raised to -24. 10⁻⁻24. 10 raised to -24. 10 raised to -24. ഓക്കെ, ആദ്യം 36 മില്ലിഗ്രാം. 36 മില്ലിഗ്രാമിനെ കിലോഗ്രാമിൽ 10⁻⁻6 ആണ്. 1 മില്ലിഗ്രാം ഞാൻ എഴുതി തന്നിട്ടുണ്ട്. 10⁻⁻6 കിലോഗ്രാം. 1 ഗ്രാം ആണെങ്കിൽ 10⁻⁻3 കിലോഗ്രാം ഇൻറ്റു 2 ഇൻറ്റു ഫെർമി 10⁻15 മീറ്റർ. ഫെർമിയെ മീറ്ററിലോട്ടാണ് മാറ്റേണ്ടത്. ബൈ 20 അവർ. 1 അവർ എന്ന് വെച്ചാൽ 3600 സെക്കൻഡ്. 20 സെക്കൻഡിലോട്ട് മാറ്റിയ അവർ 3600. അപ്പൊ നമുക്കിവിടെ ഈ 2 ക്യാൻസൽ ചെയ്യും, ഈ 36 ക്യാൻസൽ ചെയ്യും. പിന്നെ ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10⁻² ഉണ്ട്. 10ഉം 10⁻100 ആണ്. അപ്പൊ അത് 1000. So 10⁻⁻6 10⁻⁻50 by 10⁻3. കാര്യം ഇവിടെ ഒരു 10, ഇവിടെ 2 0 100 10⁻3. ഈ 10⁻3 മോളിൽ വരുമ്പോ -3 ആവും. -3 -6ഉം കൂടെ -9 ആണ്. -9ഉം
മൈനസ് 15 കൂടെ ചേർന്നാൽ 10 റൈസ് ടു മൈനസ് 24. സോ ആൻസർ 10 റൈസ് ടു മൈനസ് 24 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ്. 10 റൈസ് ടു മൈനസ് 24 കിലോഗ്രാം മീറ്റർ ബൈ സെക്കൻഡ്. ചെയ്തത് മനസ്സിലായോ? Yes, sir. Yes, sir. അടുത്ത ക്വസ്റ്റ്യൻ. £10 into 864 kilometer by 45 day is equal to dash kilogram meter by second. 10 pound into 864 kilometer by 45 day is equal to dash kilogram meter by second. പൗണ്ടിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം, കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം, ഡേയെ സെക്കൻഡിലോട്ട് മാറ്റണം. 10 raised to minus 10 റൈസ് ടു മൈനസ് 1. ഏകദേശമൊക്കെ വരാം. Sir, 1 ആണ്. 10 റൈസ് ടു 1 ആണോ? അല്ല, 1 ആണ്. വെറും 1. ശരി. നോക്കാം. 10 പൗണ്ട് 10 ഇൻറ്റു പൗണ്ട് 0.45 കിലോഗ്രാം അല്ലേ? ഒരു പൗണ്ട് 0.45 കിലോഗ്രാം ഇൻറ്റു 864 ഇൻറ്റു 1 കിലോമീറ്റർ 1000 മീറ്റർ ബൈ 45 ഇൻറ്റു ഒരു ഡേ 8.64 into 10 raised to 4. ഇത്രയും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? Yes, sir. എല്ലാവരും ഇത് ചെയ്തപ്പോ ശരിയായിരുന്നു? Okay. ഇനി നമുക്ക് ഇവിടെ ഒരു 0.45, ഇവിടെ ഒരു 45. ഈ 0.45ന് 45 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ആണ്. 0.45 എന്ന് വെച്ചാൽ 45 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ആണ്. വീണ്ടും മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.45 ആണ്. ഇങ്ങനെ വേണം പവറൊക്കെ എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാൻ. അല്ലാതെ പലരും നമ്മൾ ചെയ്യുന്നത് മോളിൽ ഇരിക്കുന്നവനെല്ലാം മൾട്ടിപ്ലൈ, താഴെ ഇരിക്കുന്നവനെല്ലാം മൾട്ടിപ്ലൈ, എന്നിട്ട് അവസാനം അങ്ങൊരു ഡിവൈഡാണ്. അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഈ 45 ക്യാൻസൽ ആയി. ഈ 864ന് 8.64 ഇൻറ്റു 10 റൈസ് ടു 2 എന്നെഴുതും. 8.64 ഇൻറ്റു 10 റൈസ് ടു 2. അപ്പൊ ഈ 8.64ഉം ഈ 8.64ഉം ക്യാൻസൽ ആയി. പിന്നെ ഇവിടെ ഒരു 10 റൈസ് ടു 4, 10 റൈസ് ടു 3യും 10ഉമായിട്ട് ക്യാൻസൽ ചെയ്യും. 10 ഇൻറ്റു 10 റൈസ് ടു 3 തന്നെ 10 റൈസ് ടു 4.
ആ 10 റൈസ് ടു 4 10 റൈസ് ടു 4 ക്യാൻസൽ. പിന്നെ 10 റൈസ് ടു -2 10 റൈസ് ടു +2 10 റൈസ് ടു -2 ഇൻറ്റു 10 റൈസ് ടു +2 എന്ന് വെച്ചാൽ 10 റൈസ് ടു 0 10 റൈസ് ടു -2 +2 that is 10 റൈസ് ടു 0 that is equal to 1. So answer is 1. ഇത് സിംപ്ലിഫൈ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരൂ. പറയാം. 10 ഇവിടെ ഒരു 10 റൈസ് ടു 3 ഇല്ലേ? ആ ചോദിച്ചാള് ഒന്നും മിണ്ടല്ലോ. ഇപ്പൊ ഓ സർ 10 10 റൈസ് ടു 3 നമ്മൾ എങ്ങനെ എഴുതും? 10 ഇൻറ്റു 10 റൈസ് ടു 3 എന്ന് വെച്ചാൽ 10 റൈസ് ടു 4. ശരിയല്ലേ? ഓ സർ അപ്പൊ 10 10 റൈസ് ടു 3 കൂടെ 10 റൈസ് ടു 4 താഴത്തെ 10 റൈസ് ടു 4 ആയിട്ട് ക്യാൻസൽ ആയി. ആ സ്റ്റെപ്പ് മനസ്സിലായോ? ഓ സർ അപ്പൊ ഈ 10 10 റൈസ് ടു 3 കൂടെ 10 റൈസ് ടു 4 ക്യാൻസൽ ആയി. അടുത്ത് 0.45 ഞാൻ ഇങ്ങനെ എഴുതി 45 ഇൻറ്റു 10 റൈസ് ടു -2. 864 ഞാൻ ഇങ്ങനെ എഴുതി 8.64 ഇൻറ്റു 10 റൈസ് ടു 2. 45 ഇൻറ്റു 10 റൈസ് ടു -2 എന്ന് വെച്ചാൽ 0.45 തന്നെ. 864 എന്ന് വെച്ചാൽ 8.64 ഇൻറ്റു 10 റൈസ് ടു 2. 8.64 ഇൻറ്റു 10 റൈസ് ടു 2 എന്ന് വെച്ചാൽ 10 റൈസ് ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 864 തന്നെ. അപ്പൊ ഇവിടെ 0.45 45 ഇൻറ്റു 10 റൈസ് ടു -2. 864 8.64 ഇൻറ്റു 10 റൈസ് ടു 2. ഈ 45 ക്യാൻസൽ ആയി. 8.64 ക്യാൻസൽ ആയി. പിന്നെ ബാക്കിയുള്ളത് 10 റൈസ് ടു -2 10 റൈസ് ടു +2. -2 ആണെങ്കിൽ ഇവിടെ വെച്ച് ഇങ്ങനെയും ചെയ്യാം. 10 റൈസ് ടു -2 ഇൻറ്റു 10 റൈസ് ടു +2 is equal to 10 റൈസ് ടു 2 by 10 റൈസ് ടു 2. ക്യാൻസൽ ചെയ്താൽ 1. ഇങ്ങനെയും ചെയ്യാം. 10 റൈസ് ടു -2 ഇൻറ്റു 10 റൈസ് ടു 2. 10 റൈസ് ടു -2 താഴെ വരുമ്പോൾ +2. രണ്ട് 10 റൈസ് ടു 2 ക്യാൻസൽ ചെയ്തു. that is equal to 1. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ. അപ്പൊ വീട്ടിലിരുന്ന് ചെറിയ ന്യൂമറിക്കൽസ് ഒക്കെ ഇതുപോലെ ഇട്ട് ചെയ്ത് പഠിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പഠിപ്പിച്ചത്. നമ്മൾ ചിലപ്പം ഫിസിക്സിൽ ഈ കാൽക്കുലേഷൻസിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴാണ് കാൽക്കുലേഷൻ വരുന്നത്. നമ്മൾ പ്രോബ്ലത്തിലോട്ട് കൂടുതൽ കടക്കാറില്ല ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ വാല്യൂസ് വരുമ്പോൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പഠിക്കണം. അത് അങ്ങോട്ട് വരുന്ന എല്ലാ ചാപ്റ്ററിലും ഇതുപോലെ വരും. അപ്പൊ നമ്മളങ്ങനെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കുറെ കൂടെ ബെറ്ററായി വരും. അപ്പൊ നാളെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരും. പിന്നെ ഒരു സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? അതിലെ എക്സസൈസ് 1 ആദ്യത്തെ 15 ക്വസ്റ്റ്യനും നാളെ ചെയ്തിട്ട് വരും. 1 to 15 വരെ, 1 തൊട്ട് 15 വരെ. 15 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്തിട്ട് വരും. നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടുന്നു അത് നിങ്ങൾ പേപ്പറിൽ തന്നെ ചെയ്യണം. ഈ ഓരോ ചാപ്റ്ററിനും ഓരോ ഫയൽ ഉണ്ടാക്കി വയ്ക്കണം. നോട്ട്ബുക്കിൽ എഴുതരുത്. നോട്ട്ബുക്ക് എഴുതുമ്പോൾ കുറേ ബുക്കുകളാവും. ഇതൊന്നും നമ്മൾ പിന്നെ എടുത്ത് നോക്കുന്നു. പേപ്പറിൽ ചെയ്താൽ നമുക്കൊരു ചെറിയ 5 രൂപ 10 രൂപ കൊടുത്ത ഫയലുകൾ കിട്ടും. ചെറിയ ചെറിയ ഫയലുകൾ. ആ ഫയലിൽ ചാപ്റ്ററിൻ്റെ പേരെഴുതി അതിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെൻറ്റുകളൊക്കെ അതിൽ വയ്ക്കാം. നമ്മൾ ഇഷ്ടംപോലെ അസൈൻമെൻറ്റ് അയച്ച് ആ അസൈൻമെൻ്റ് ഒക്കെ അതിലെടുത്ത് വയ്ക്കാം. നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിടത്ത് കാണും, നോട്ട് വേറൊരിടത്ത് കാണും. ഇതൊന്നും പിന്നെ നമ്മൾ നോക്കത്തില്ല. അതുകൊണ്ട് ഓരോ ചാപ്റ്ററിനും ഓരോ ഫയൽ ഉണ്ടാക്കി വെച്ച് അതിൽ ചാപ്റ്ററിൻ്റെ പേരെഴുതി അതിൽ കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യനും അതിൽ കളക്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ഓരോന്നിനും ഇപ്പം നമുക്ക് ഫിസിക്സിൽ എല്ലാം കൂടെ 20 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഫിസിക്സിന് ഒരു 20 ചെറിയ ഫയലുകൾ വാങ്ങിച്ചാൽ 10 രൂപയ്ക്കൊക്കെ നല്ല ഫയൽ കിട്ടും. പേപ്പർ ഫയൽ പോലത്തെ കിട്ടും. അതിൽ പിൻ ചെയ്ത് വെച്ചാൽ മതി. എല്ലാം അതിൻ്റെ അകത്ത് വെച്ചാൽ മതി. എന്നിട്ട് ചാപ്റ്ററിൻ്റെ പേര് എഴുതി വയ്ക്കും. അവസാനം മൊത്തത്തിൽ നമുക്ക് എടുത്ത് ഓരോ ചാപ്റ്ററായിട്ട് മറിച്ച് നോക്കാൻ പറ്റും. അതുകൊണ്ട് നാളെ
ആദ്യത്തെ 15 ക്വസ്റ്റ്യനും നീറ്റ ചെയ്തിട്ട് വരണം. നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ ക്ലാസ്സിൽ അത് ഡിസ്കഷൻ ചെയ്യും. ഓക്കെ.